ഗൈസ്, ബാംഗ്ലൂരുള്ള ഒരു ട്രേഡർക്ക് 88 ലക്ഷം രൂപയുടെ ടാക്സ് നോട്ടീസ് കിട്ടി. ഇതിൻ്റെ അകത്ത് അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ₹1 പോലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. പുള്ളി ആകെ ഇൻവെസ്റ്റ് ചെയ്ത് 9 ലക്ഷം രൂപയാണ്. അതിൽ തന്നെ പുള്ളിക്ക് 3.3 ലാക്ക് ലോസ് ആയിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നും ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അടുത്ത നോട്ടീസ് വരാൻ പോകുന്നത്. ഈ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ക്രിപ്റ്റോ ട്രേഡിംഗ് ആയിരുന്നു. ഈ ക്രിപ്റ്റോയിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എപ്പോൾ ടോക്കൺസ് സ്വാപ്പ് ചെയ്താലും, അതായത് നിങ്ങളിപ്പോൾ $US കൊടുത്ത് നിങ്ങളിപ്പോൾ ബിറ്റ്കോയിൻ മേടിച്ചു, ബിറ്റ്കോയിൻ വിറ്റ് $US എതേറിയൻ വിറ്റ് നിങ്ങൾ $US ഇങ്ങനത്തെ ഓരോ ട്രേഡിനും 1% TDS വെച്ച് കുറയ്ക്കും. നിങ്ങളുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് ഈ 1% TDS നേരിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു 10 ലക്ഷം രൂപ നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങളൊരു 10 ട്രേഡ് അത് വെച്ച് ബൈ ആൻഡ് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് നിങ്ങളുടെ 10 ലക്ഷം ഇൻറ്റു 10, അതായത് ₹1 കോടി മേളിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ട്രേഡിംഗ് വോളിയം. നിങ്ങൾ വിചാരിക്കും വെറും 10 ലക്ഷം രൂപയ്ക്കല്ലേ നിങ്ങൾ ട്രേഡ് എടുത്തതെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിൽ അത് മൾട്ടിപ്ലൈ ആയി ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ വോളിയമായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇവിടെയാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. എല്ലാവരും ലാസ്റ്റ് ITR ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് കാണിക്കുന്നത്. ഈ പുള്ളി അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ പുള്ളി 9 ലക്ഷം രൂപ വെച്ച് ഒരുപാട് തവണ ബൈ ആൻഡ് സെല്ല് ചെയ്തു. അങ്ങനെ പുള്ളിയുടെ ടോട്ടൽ ട്രേഡിംഗ് വോളിയം കോടികൾ കടന്നു. ഇൻകം ടാക്സ് നോക്കുമ്പോഴത്തേക്കും കോടികളുടെ വോളിയം ഉണ്ട്. അങ്ങനെ അതൊരു സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ ആയിട്ട് കണ്ടു. അതിൻ്റെ റിസൾട്ടാണ് പുള്ളിക്ക് 88 ലക്ഷം രൂപയുടെ ടാക്സ് നോട്ടീസ് നേരിട്ട് കിട്ടാൻ കാരണം. ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്വന്തമായിട്ട് ITR ഇൻകം ടാക്സോ ഫയൽ ചെയ്യാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു CA കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഓവർ ട്രേഡിങ്, സ്വാപ്പ് ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. കാരണം ഓരോ സ്വാപ്പും ട്രേഡും ക്രിപ്റ്റോയിൽ പുതിയൊരു ടാക്സബിൾ ഈവൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ടിനെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ.